ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വ്യത്യസ്തവും രുചികരവുമായ ഒരു കോളിഫ്ലവർ മസാല തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായി 1/2 കിലോ കോളിഫ്ലവർ, 3 സവാള എന്നിവ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞളും ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. വേവിച്ച കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. സവാള ചെറുതായി അരിഞ്ഞെടുക്കുക. മഞ്ഞൾ, മുളക്, കടുക്, ഗരം മസാല എന്നിവയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില എന്നിവയിട്ട് പൊട്ടിച്ച ശേഷം 2 വറ്റൽ മുളകിടുക. അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളിയും സവാളയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഉപ്പിടുന്നത് നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായി എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ തോരനിന് വെള്ളം ഒഴിക്കാതെ വേണം വയ്ക്കാൻ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി കോളിഫ്ലവറുമായിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറുതായി ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്യണം. വെള്ളം ഒഴിക്കാൻ പാടില്ല. കോളിഫ്ലവറിൽ തന്നെ ചെറിയ ഒരു വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മണം വരുന്നു. തോരൻ റെഡിയായി വരുന്നതിൻ്റെ മണം വരുന്നു. നമുക്കൊന്ന് അത് പ്രസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ തോരൻ്റെ അതേ മണം വരുന്നു. നല്ല മണം, നല്ല വെന്ത് റെഡിയായി വരുന്തോറും മണം കൂടി വരുന്നു. നല്ല സ്വാദിഷ്ടമായ ഒരു തോരനാണിത്, മസാല തോരൻ. ഇത് കുട്ടികൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ടതായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. ചോറിനും പലഹാരത്തിനും എല്ലാത്തിനും നല്ലൊരു കറിയാണിത്. കറിയല്ല, മസാല തോരനാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. നമ്മൾ തോരൻ റെഡിയായിട്ടുണ്ട്. ഇതുണ്ടാക്കി ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയണം. ഉപ്പെല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. തോരൻ റെഡിയായി. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരൻ കൂടിയാണിത്. വളരെ എളുപ്പത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഒരു പ്രയാസവുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യണം. ഇതുണ്ടാക്കി നോക്കി ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.